أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. صدق الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف الشهر تنزل الملائكة والروح فيها بإذنه ربهم من كل أمر والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. അവിടെ ഒന്ന് മിൻ അൽഫി അഷ്ഹർ എന്നല്ല, മിൻ അൽഫി ഷഹർ. രണ്ടാമത്തത് ബിഇദ്നി റബ്ബിഹിം മിൻ എന്ന് പറയുന്നു. പിന്നെ സലാമുൻ എന്ന് മണിക്കാൻ പാടില്ല, സലാമുൻ ഹിയ എന്ന് പറയണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف الشهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ശ്രദ്ധിക്കാനുള്ളത് ആദ്യം പറഞ്ഞ ബിസ്മി ആഴുത് ഓതുമ്പോൾ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി എന്ന് ഓതി വെക്കാൻ. അർറജീം എന്നുള്ള പിന്നെ യാ ഇല്ലേ, പിന്നെ അല്ലേ മീം വരുന്നത് അല്ലേ? റജീം എന്നുള്ള ഈ യാവും പിന്നെ മീമും അല്ലേ വരുന്നത്? യാ അലിഫ് വാവ് യാ അതിൻ്റെ ശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ റഹീമി എന്നാ ഖുർആനിൽ ഉണ്ടാവുക ഹർക്കത്തിൽ. അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? സുക്കൂന് വരും. അങ്ങനെ സുക്കൂന് വന്നാൽ എന്ത് ചെയ്യണം? 4 മുതൽ 6 ഖദർ വരെ പിന്നെ നീട്ടണം. അപ്പം ഇനി നിങ്ങൾ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തന്നെ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ ഇന്ന അവിടെ എത്ര നീട്ടണം? ഇതേപോലെ തന്നെ ഇന്നാ അൻസൽനാഹു ആ നൂനിന് എന്ത് ചെയ്യണം? ആദ്യത്തെ ഇന്നയുടെ നൂനിനെ മണിക്കണം. പിന്നെ രണ്ടാമത്തെ അൻസൽനയിൽ അതും ഇഖ്ഫാ ചെയ്യണം. പിന്നെ ഫീ ലൈലത്തുൽ ഖദർ ഖ ഉച്ചരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫീ ലൈലത്തുൽ ഖദർ. പിന്നെ വമാ അവിടെയോ? അവിടെയും അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഇതേപോലെ നീട്ടണം 4 മുതൽ 6 വരെ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ആദ്യത്തോർത്ത് ലൈലത്തിൽ ഖദർ, പിന്നെ ഉള്ളതൊക്കെ ലൈലത്തുൽ ഖദർ. പിന്നെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അവിടെ എന്ത് ചെയ്യണം? ആ തൻവീനെ എന്ത് ചെയ്യണം? ഖൈറുൻ എന്നുള്ള തൻവീനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അതോടൊപ്പം മണിക്കും വേണം ഉന്നത്തിൻ്റെ. അപ്പോൾ എങ്ങനെ ഓതണം? ഖൈറും മിൻ 1000 ഷഹർ. അവിടെ 1000 ഷഹർ എന്ന് ഓതാൻ പാടില്ല. ഖൈറും മിൻ 1000 ഷഹർ. 1000 ഷഹർ 1000 ഷഹർ എന്ന് വെച്ചാൽ ഓതിണ്ട്, അത് പാടില്ല. പിന്നെ തനസ്സലുൽ മലായികത്തു അവിടെയും നിർബന്ധമായിട്ടൊന്ന് കിട്ടണം 4 മുതൽ 6 ഖദർ വരെ. പിന്നെ വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ അവിടെ റബ്ബിഹിം എന്ന ആ നൂനിനെ മീമിനെ എന്ത് ചെയ്യണം? അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? ഉന്നത്തും വേണം. റബ്ബിഹിം മിൻ റബ്ബിഹിം മിൻ. പിന്നെ ആ നൂനിനെ എന്ത് ചെയ്യണം?
യഹ്ഫാവ് ചെയ്യണം. മിൻ കുല്ലി അംർ, അവിടെ മിൻ കുല്ലി അംർ എന്ന് ഓതാൻ പാടില്ല. മിൻ കുല്ലി അംർ അ ഉച്ചരിക്കണം എന്നാ, ഖതഇൻ്റെ അംസയാണത്. അപ്പം എങ്ങനെ ഓതണം? മിൻ കുല്ലി അംർ. പിന്നെ സലാമുൻ, ആ തൻവീൻ എന്ത് ചെയ്യണം? സലാമുൻ വെളിവാക്കണം. അപ്പം എങ്ങനെ ഓതണം? സലാമുൻ ഹിയ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഹത്താ മത്ലഇൽ ഫജ്ർ. തജ്വീദിൽ എന്തെങ്കിലും സംശയം? അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടോ എവിടെയെങ്കിലുമൊക്കെ? എന്നാ പറഞ്ഞോളി. ഇന്നാ അൻസൽനാഹു, കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ നമ്മൾ എന്തേ പഠിച്ച്? തീർച്ചയായിട്ടും നാം, അൻസൽനാഹു അതിനെ നാം ഇറക്കി, ഫീ ലൈലത്തുൽ ഖദ്ർ വിധി നിർണയത്തിൻ്റെ രാത്രിയിൽ, രാവിൽ. വമാ അദ്റാകമാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയാമോ? എന്തറിയാം എന്നർത്ഥം. ലൈലത്തുൽ ഖദ്ർ, ഖദ്റിൻ്റെ രാവ്, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വരുന്നു. വർറൂഹു, ആത്മാവും. ഫീഹ, ആ രാവിൽ. ബിഇദ്നി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ ഓർഡറുമായി അല്ലെങ്കിൽ സമ്മതത്തോടു കൂടി. മിൻ കുല്ലി അംർ, എല്ലാ കാര്യങ്ങളിലും. സലാമുൻ, ശാന്തിയാണ്, രക്ഷയാണ്, സമാധാനമാണ്. ഹിയ, ആ രാവ്. ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നത് വരെ. തിരിച്ചു വരിക. ഇന്ന, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു ഇന്ന അല്ലേ? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന, നാം അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു അല്ലേ? പിന്നെ അൻസൽനാഹു, അതിനെ നാം ഇറക്കി. അതിനെ എന്ന് പറഞ്ഞോട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിനെ നാം ഇറക്കി. ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിൽ നാം അതിനെ ഇറക്കി എന്നുള്ളതാണ്. അതിലിപ്പോൾ നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നത്? ആർക്കാ ഓർമ്മയില്ലേ? വിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല ഒറ്റയടിക്കേണ്ട അവതരിപ്പിച്ചതാണോ അതല്ല ക്രമാനുഗതമായി അവതരിപ്പിച്ചതാണോ? ഇന്ന അൻസൽനാഹു, അല്ല ഇവിടെ പറയുന്നത് നാം ആ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു. ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ, ഖദ്റിൻ്റെ രാവിൽ എന്നാണ്. ഖദ്ർ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ വിശദീകരിക്കുന്നുണ്ടായി അല്ലേ? ആയിട്ട് ബന്ധപ്പെട്ട കുറേ. ഇനി പണ്ഡിതന്മാർക്കിടയിൽ പിന്നെ അവരുടെ തഫ്സീർ അനുസരിച്ച്, മുഫസ്സിറുകളുടെ തഫ്സീർ അനുസരിച്ച് വിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല ഒറ്റയടിക്കിറക്കിയതാണ്. അപ്പം അള്ളാഹുവിൻ്റെ പക്കൽ സൂക്ഷിക്കപ്പെട്ട പലക ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അല്ലാഹു തആല ഒറ്റ തവണയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ഒരഭിപ്രായം അത്. 2, ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു അഭിപ്രായം ക്രമാനുഗതമായിട്ടാണ്. 23 വർഷക്കാലഘട്ടത്തിനിടയിൽ വിശുദ്ധ ഖുർആൻ പിന്നെ ഒറ്റയടിക്കല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവന്നെടുത്ത്, അല്ല, 23 വർഷകാലഘട്ടത്തിനിടയിൽ ഓരോ സംഭവങ്ങൾക്കനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ജിബ്രീൽ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പം ആ നബിക്ക് കിട്ടിയത് ഘട്ടം ഘട്ടമായിട്ടാണ്. അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അത് ഒറ്റയടിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരഭിപ്രായം. ഇനി ലൈലത്തുൽ ഖദ്റിൽ ഇറക്കിയെന്ന ലൈലത്തുൽ ഖദ്ർ എന്നാ നിങ്ങളല്ലോ ശ്രദ്ധിക്കണേ. ലൈലത്തുൽ ഖദ്ർ എന്നാ? റമളാനിലാണ് അല്ലേ? റമളാനിലെ ഒരു രാവാണേത് ലൈലത്തുൽ ഖദ്ർ. റമളാൻ എന്ന് പറയുന്നത് ഏത് മാസമാണ്? ഖമരിയായ ചന്ദ്രമാസമാണ്
അല്ലേ? ചന്ദ്രമാസവും മറ്റ് നമ്മൾ കണക്കാക്കണ മാസവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 12, 13, പിന്നെ 9 ദിവസങ്ങളൊക്കെ വ്യത്യാസം വിടും ഇല്ലേ? അങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ പിന്നെ ചിലപ്പോൾ 9 ദിവസങ്ങളൊക്കെ വ്യത്യാസം വരും. അപ്പം ഇനിൻ്റെ ചോദ്യം, ആ സൂര്യവർഷം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണ്ണിക്കണക്കാക്കുന്ന ക്രിസ്താബ്ദം എന്ന് പറയുന്ന ആ മാസമല്ലേ, ആ മാസങ്ങളും ചന്ദ്രമാസവും തമ്മിൽ ചിലപ്പം പിന്നെ കൂടിക്കലരും, ഒന്നൊന്നിനോട് യോജിച്ചോളണമെന്നില്ല. അപ്പം റമദാൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ ജനുവരിയിലാണെങ്കിൽ, ഇപ്പം റമദാൻ ജനുവരിയിലാണെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ വരെ എവിടെയാണത്? ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും. അടുത്ത വർഷം വരെ എപ്പോഴായിരിക്കും? ഫെബ്രുവരി അവസാനമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അടുത്ത വർഷം വരെ എവിടേക്കും? മാർച്ചിലായിരിക്കും. അപ്പം ഇവിടെ ചിന്താവിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വച്ചിട്ടുള്ള ഈ മാസങ്ങളിലെ ഓരോ ദിവസവും ചിലപ്പം കാലാന്തരത്തിലൂടെ എന്ത് വരും? ലൈലത്തുൽ ഖദർ വരും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്കത്? കാലം മാറി വരുന്നതിനനുസരിച്ച്, അത് കറങ്ങി വരുന്നതിനനുസരിച്ച് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഓരോ വർഷത്തിലും വ്യത്യാസപ്പെടും അല്ലേ? അവസാനം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പം ഓരോ ദിവസത്തിലൂടെയും ലൈലത്തുൽ ഖദർ കടന്നു പോയിട്ടുണ്ടാവും എന്നതാണ്. അപ്പോൾ ഒരു 36 വർഷമൊക്കെ കൂടുമ്പം അതൊരു കറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ ലൈലത്തുൽ ഖദർ പിന്നെ ഒരു വർഷത്തിൻ്റെ എല്ലാതിലും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി ലൈലത്തുൽ ഖദറിനാണോ പ്രത്യേകത? അതല്ല ആ രാവിനാണോ പ്രത്യേകത? ആ സമയത്തിനാണോ പ്രത്യേകത? അതല്ല ആ ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്ന ആ ആശയത്തിനാണോ പ്രത്യേകത? അതും പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. നമ്മൾ പരിശുദ്ധത കൊടുക്കുന്നത്, ആ ഖുദ്സിയത്ത് കൊടുക്കുന്നത് ലൈലത്തുൽ ഖദർ എന്ന സമയത്തിനാണോ, അതല്ല ആ ലൈലത്തുൽ ഖദറിലടങ്ങിയ ഒരു ആശയം ഉണ്ടല്ലോ, ഒരു ഉള്ളടക്കം ഉണ്ടല്ലോ, ആ ഉള്ളടക്കത്തിനാണോ പ്രത്യേകത ഉള്ളത് എന്നതാണ്. അപ്പോൾ ഖദർ ആ സമയത്തിനാണ് പ്രത്യേകത എങ്കിൽ ആ സമയം ഓരോ വർഷത്തിലും ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ മാറി മാറി വരും. ഇനി അതല്ല, ആ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് വന്ന ഒരു അതിൽ ഉൾക്കൊള്ളുന്ന ഒരു ആശയം ഉണ്ടല്ലോ, ആ ആശയത്തിനാണ് പ്രത്യേകത എങ്കിൽ അവിടെ എന്തുണ്ടാവും? ആ ആശയത്തിന് പ്രാധാന്യം നൽകുന്നു. മറ്റേ ഏതു ദിവസവും വരാം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ലൈലത്തുൽ ഖദറിൻ്റെ രാവ് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ഖദറിൻ്റെ പിന്നെ പകൽ നഹാർ എന്ന് അള്ളാഹു തആല പറഞ്ഞില്ല. എന്തുകൊണ്ടാന്നൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അല്ലേ? അതിന് പറയണ്ടല്ലോ. അപ്പോൾ ഖദർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്നുകൂടി പറഞ്ഞു, എന്താ? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം ശരിക്കും മനസ്സിലാക്കണേനാണ് എന്ത് പറയാ? ഖദർ എന്ന് പറയാം. അത് മനസ്സിലായി? വമാ ഖദറുല്ലാഹ ഹക്ക ഖദരി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ഒരാൾ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കണേനാണ് എന്ത് പറയാം? ഖദർ എന്നൊരർത്ഥം. അപ്പോൾ അള്ളാഹു എൻ്റെ സൃഷ്ടാവായ അള്ളാഹു ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന സ്വഭാവമുള്ളവരാണ്, അല്ലെങ്കിൽ ഇന്ന മഹത്വങ്ങൾ ആ അള്ളാഹുവിനുണ്ട്, സൃഷ്ടാവിനുണ്ട് എന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കിയാൽ ആ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വച്ചിട്ടുള്ള ആ പിന്നെ സ്വർഗം നാം ആഗ്രഹിക്കുകയും ആ അള്ളാഹു പിന്നെ വാണിംഗ് നൽകിയിട്ടുള്ള ആ നരകശിക്ഷയെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായി ഭയപ്പെടുകയും ചെയ്യും. എങ്ങനെ ആവണം? ആ സൃഷ്ടാവിനെ മനസ്സിലാക്കുമ്പോഴേ ആ സ്വർഗം കൊതിക്കാനും നരകത്തിൽ നിന്ന് അകന്നു നിൽക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ കാലം മുഴുവൻ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് നമസ്കരിച്ചാലും അതേപോലെ അതിൻ്റെ പകലിൽ നോമ്പനുഷ്ഠിച്ചാലും ഒരു പക്ഷേ എന്തുണ്ടാവില്ല, അയാൾക്ക് ഈ ഇത് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ റിള അനുസരിച്ച് ആയിരിക്കണം നമ്മൾ ഓരോ പ്രവർത്തനവും പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹക്ക തുഖാത്തി എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളൊക്കെ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് നിസ്കരിക്കും, റമദാൻ മുഴുവൻ നോമ്പ് വെക്കും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ
നമ്മുടെ സമ്പാദ്യത്തിൻ്റെ മേഖലയൊക്കെ നോക്കുമ്പോൾ ഹറാമും ഹലാലും ഒന്നും ഉണ്ടാവില്ല. കിട്ടുന്നതൊക്കെ നമ്മൾ വാരിക്കൂട്ടും. മുസ്ലിം ലോകത്തിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്ര ലൈലത്തുൽ ഖദർ റമദാൻ മുഴുവൻ നമസ്കരിച്ചാലും ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാലും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല എങ്കിൽ ആ ലൈലത്തുൽ ഖദർ കൊണ്ട് നമുക്ക് എന്തുണ്ടാവില്ല? മാറ്റമൊന്നും ഉണ്ടാവില്ല. ഉദാഹരണമായി ഒരാൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. അള്ളാഹു ആരാണ് എന്ന് അള്ളാഹുവിനെ അറിയേണ്ട വിധം, ഹക്കത്തുക്കാത്തി എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം. അതേപോലെ തന്നെ വമാ ഖദറുല്ലാഹ് ഹക്ക ഖദരി എന്ന് പറഞ്ഞല്ലോ, അതാണ് ആ ഖദർ എന്ന് പറഞ്ഞതിലുള്ള ഒരു ആശയം. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവുക? മാറ്റം ഉണ്ടാവുക. ഒരാളുടെ ആയുസ് 80 വർഷമാണെങ്കിൽ 80 വർഷം ആരാധിച്ചാലും അള്ളാഹുവിനെ മനസ്സിലാക്കാതെയാണ് ആരാധിച്ചതെങ്കിൽ ആ ഇബാദത്ത് കൊണ്ട് അയാൾക്ക് എന്തുണ്ടാവില്ല? ഒരു ഉപകാരവും ഉണ്ടാവില്ല. അപ്പം ആ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അയാൾ ജീവിതത്തിൽ ഒരൊറ്റ മണിക്കൂർ ശരിക്കും ആരാധന ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ഒരു മണിക്കൂർ മതി. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിലെ അതിന് ഇത്ര പുണ്യമുണ്ട് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ? ശരിക്കും റബ്ബിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, ഒരു നമസ്കാരം നമസ്കരിക്കുമ്പോൾ, അതാണ് ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം. പിന്നെന്നലെ നമ്മൾ സൂചിപ്പിച്ചു, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു എന്ത്? ബമാദ്റാക്കും ബമായുദ്രീക്കും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും എന്ത് പറയണ്ട? അൽ ഖാരിയത്തും അൽ ഖാരിയ, വമാദ്റാക്കം അൽ ഖാരിയ, അവിടെ വമാദ്റാക്ക ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അൽ ഹാക്കത്തും അൽ ഹാക്ക, പിന്നെന്താ പറയുന്നത്? വമാ അദ്റാക്കം അൽ ഹാക്ക. എന്താണ് ആ വമാ അദ്റാക്കും വമായുദ്രീക്കും തമ്മിലുള്ള വ്യത്യാസം? കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ച എന്തേനു? എന്താണ്? വമാ അദ്റാക്ക വമാ യുദ്രീക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെ. പക്ഷേ വമാ അദ്റാക്ക എന്ന് അല്ലാഹു തആല നിനക്കറിയാമോ, നിനക്കെന്തറിയാം എന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോൾ അതിൻ്റെ ശേഷം പറയാൻ പോകുന്നൊരു കാര്യം ആർക്കും അറിയില്ല. പക്ഷേ വമാ അദ്റാക്ക പറയുമ്പോൾ അള്ളാഹു അറിയിച്ചു തരും, അടുത്ത് തന്നെ അറിയിച്ചു തരും എന്നൊരാശയം അതിലുണ്ട്. വമാ യുദ്രീക്ക പറയുമ്പോഴോ ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല അറിയിച്ചു തരില്ല. അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണിത് വമാ യുദ്രീക്ക എന്ന് പറയുമ്പോൾ. അപ്പോൾ വമാ അദ്റാക്കക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ തന്നെ എന്താ പറഞ്ഞത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ആ വമാ അദ്റാക അള്ളാഹു ചോദിച്ചിട്ട് എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചിട്ട് അള്ളാഹ് തന്നെ വിശദീകരിച്ച് തരുന്നുണ്ട്. എന്താ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. മനുഷ്യനറിയില്ല, പക്ഷെ സിട്ടാവായ അള്ളാഹു വിശദീകരിച്ച് തരുന്നുണ്ട്. അതാണ് വമാ അദ്റാക പറയുമ്പോഴുള്ള വ്യത്യാസം. എന്നാൽ വമാ യുദ്രീക പറയുമ്പോഴോ അവിടെ ഒരിക്കലും അള്ളാഹു തആല എന്ത് ചെയ്യണില്ല? അത് വിശദീകരിച്ച് തരുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് യസ്അലുക്കന്നാസു, നബിയോട് അല്ലാഹു തആല ജനങ്ങൾ ചോദിക്കും അനിസ്സാ, അന്ത്യനാളിനെ പറ്റി. കുൽ, പറയുക പ്രവാചകരെ, ഇന്നമാ ഇൽമുഹ ഇൻദല്ലാഹ്, ആ അന്ത്യനാളിനെ പറ്റി ഉള്ള വിവരം അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. വമാ യുദ്രീക, നിനക്കെന്തറിയാം? ലഅല്ല സ്സാഅത തകൂനു ഖരീബ, ആ സമയം അന്ത്യനാൾ അടുത്തു തന്നെ വന്നേക്കാം. അപ്പോൾ അല്ലാഹു തആല വമാ യുദ്രീക പറഞ്ഞിട്ട് അന്ത്യനാൾ ഇന്ന ഡേറ്റിനാന്ന് പറയുന്നുണ്ടോ? ഇല്ല, അത് പറയൂല. അത്തരം രംഗത്താണ് എന്ത് പറയാം? വമാ യുദ്രീക. എന്നാൽ അല്ലാഹു തആല പറയുമ്പോഴാണ് പറഞ്ഞു തരുമ്പോഴാണ്, ശേഷം പറഞ്ഞു തരുമ്പോഴാണ് എന്ത് പറയാം? വമാ അദ്റാക ഉപയോഗിക്കുക. ഇനി ഒന്നുകൂടി താഴോട്ടിറങ്ങുമ്പോൾ നമ്മളൊരു കാര്യം കണക്കാക്കുന്നത്, നമ്മൾ ഒരു കാര്യം അളക്കണ സ്കെയിൽ എന്ന് പറയുന്നത് എന്താ? ഭൗതികമായ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ, അല്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഒരു 10 സെൻറ്റ് ഭൂമി വാങ്ങി, 10 സെൻറ്റ് നിങ്ങൾ ഭൂമി വാങ്ങി അതിൽ വീടൊക്കെ വെച്ചു. അന്ന് ഇവിടെ ഒന്നും റോഡില്ല, അന്ന് ഇവിടെ ഒന്നും ടൗണും ഇല്ല, അല്ലേ? പിന്നീട് അന്ന് വാങ്ങിയപ്പോൾ നിങ്ങളത് 100 രൂപയോ 1000 രൂപയോ 10,000 രൂപയോ ഒക്കെയാണ് സെൻറ്റിന് കൊടുത്തതെങ്കിൽ റോഡ് അങ്ങോട്ട് വന്നാൽ എന്താവും?
10,000 ലക്ഷങ്ങളായി മാറും അല്ലേ, മില്യണുകളായി മാറും അല്ലേ. എന്താ ഇപ്പം നമ്മളിവിടെ ഈ 10,000 ലക്ഷമായി മാറാൻ നമ്മൾ ഉപയോഗിച്ച സ്കെയിൽ ഏതാ? ഭൗതികമായി മനുഷ്യൻ അളന്ന് കണക്കാക്കുന്ന ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിൽ അനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ അളക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അദ്റാക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്കെയിൽ കൊണ്ട് നമുക്ക് അളന്ന് കണക്കാക്കാൻ സാധിക്കൂല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അതിൻ്റെ മഹത്വം അറിയുക, അതിൻ്റെ വാല്യൂ എത്രയാണ്, അതിൻ്റെ കാശ് എന്ന്, അതിൻ്റെ വില, അതിൻ്റെ ഖീമത്ത്, അതിൻ്റെ മൂല്യം ശരിക്ക് അറിയാതിരിക്കുകയുള്ളൂ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്നതും അതിൽ ഒരു ആശയമുണ്ട്. അപ്പോൾ വമാ അദ്റാക എന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോൾ ലൈലത്തുൽ ഖദ്റിൻ്റെ ആ ഖീമത്ത്, അതിൻ്റെ മൂല്യം, അതിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് ശരിക്കും അത് കണക്കാക്കാൻ കഴിയാൻ ആർക്ക് മാത്രമാണ്? അള്ളാഹ്ക്ക് മാത്രം. അത്രയും പുണ്യമുള്ള കാര്യമാണേത് ലൈലത്തുൽ ഖദ്ർ എന്ന ആശയവും അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ. അപ്പോഴാണ് ഇത് എന്തുണ്ടാവുക? അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കുമ്പോഴാണ് ഒരു ആരാധനയാകുന്നത്. അതില്ലെങ്കിൽ എന്താവും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നുണ്ട്, ജിബ്രീൽ ഒരിക്കൽ വന്നുകൊണ്ട് പറയാണ്, യാ മുഹമ്മദ് ഇഷ് മാ ശിഅത. പിന്നെന്താ പറയുന്നത്? ഫഇന്നക മയ്യിത്തുൻ. യാ മുഹമ്മദ് വഅമൽ മാ ശിഅത ഫഇന്നക മജ്സിയും ബി. യാ മുഹമ്മദ് അഹ്ബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു എന്ന് പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, മുഹമ്മദ് നിന്റെ ഇഷ്ടപ്രകാരം ഇജ്ജ് തോന്നിയ പോലെ ജീവിച്ചോ, പക്ഷേ ഒരു കാര്യം ഓർക്കണം കേട്ടോ, ഫഇന്നക മയ്യിത്തുൻ, ഇനി മരിക്കുന്നവനാണ്, മരണം സംഭവിക്കുന്നവനാണ്. അതേപോലെ എനിക്ക് തോന്നിയ വിധം പ്രവർത്തിച്ചോ, പക്ഷേ ആ പ്രവർത്തനത്തിനൊക്കെ മറുപടി പറയേണ്ടി വരും, അതിനൊക്കെ പ്രതിഫലം കിട്ടുട്ടോ എന്ന് ഓർമ്മ ഉണ്ടാവണം. അതേപോലെ എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ നീ ഇഷ്ടപ്പെട്ടോ, പക്ഷേ ആ ഇഷ്ടപ്പെട്ടവരെയൊക്കെ വേർപിരിഞ്ഞു പോവേണ്ടി വരും എന്ന ഓർമ്മ ഉണ്ടാവണം. എന്താ ജിബ്രീൽ വന്നിട്ട് ഇവിടെ പഠിപ്പിക്കണത്? നമ്മൾ ഒരു പ്രവർത്തനം പ്രവർത്തിക്കുമ്പോഴും ഒരാളെ സ്നേഹിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നമ്മൾ തോന്നിയ വിധം ജീവിക്കുമ്പോഴുമൊക്കെ നമ്മൾ അളന്ന് നോക്കുന്ന, തൂക്കി നോക്കുന്ന ഒരു തുലാസ് ഉണ്ട്, ഭൗതികമായ ആ തുലാസ് അല്ലേ. ആ ഭൗതിക തുലാസ് അല്ല ഇനി ഒരാളെ സ്നേഹിക്കുമ്പോൾ, ഞാനിപ്പോൾ ഇയാളെ സ്നേഹിക്കുന്നെങ്കിൽ ഈ ദുനിയാവിലല്ല യഥാർത്ഥത്തിൽ എനിക്കതിൻ്റെ പ്രതിഫലം. ഞാനിപ്പോൾ അയാളോട് ചിരിക്കുന്നു, എന്തിന്? അയാളെത്തുന്ന എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, ഭൗതികമായ ചിരി. എന്നാൽ ആ ചിരിക്ക് അപ്പുറത്ത് എനിക്കൊരു പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾ അത് രേഖപ്പെടുത്തി വെക്കുന്നു. നാളെ ഞാനവിടെ മയ്യിത്തായാൽ, ഞാൻ മരണപ്പെട്ടാൽ അവിടെ നിന്ന് അതിൻ്റെ പ്രതിഫലം എൻ്റെ അക്കൗണ്ടിലേക്ക് വരും അല്ലേ. ഞാനൊരാൾക്ക് മുസാഫത്ത് കൊടുത്തു, ഒരാൾക്ക് വഴി കാണിച്ചു കൊടുത്തു, മറ്റൊരാളെ സഹായിച്ചു, അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ദാനധർമ്മങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ നമസ്കരിച്ചു, എന്ത് കാര്യമാവട്ടെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭൗതികമായ ആ സ്കെയിലല്ല, മറിച്ച് ആ ബോർഡർ അങ്ങോട്ട് കടന്നിട്ടുള്ള അവിടുന്നാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. അതാണ് ഒരു മുസ്ലിമിൻ്റെ പ്രവർത്തനവും ഒരു അമുസ്ലിമിൻ്റെ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം. മുസ്ലിമിൻ്റെ പ്രവർത്തനം എപ്പോഴും എന്താവും? ബോർഡർ വരെ ഉണ്ടാവുള്ളൂ, ബോർഡർ കഴിഞ്ഞാൽ നിൽക്കും അല്ലേ. ഇവിടെ അങ്ങോട്ട് നോക്കി നിങ്ങൾ മില്യൺ കണക്കിന് അറ്റമില്ലാത്ത കാശ് കൊടുത്ത് വലിയ ഷോപ്പുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അല്ലേ. ആ മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളൊക്കെ ഉണ്ട്. എന്താ? ഇവനും മരിക്കും, അവനും മരിക്കും. എന്താ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഷോപ്പും വിശ്വാസി അല്ലാത്തവൻ്റെ ഷോപ്പും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും നമ്മൾ കാണാൻ ഭൗതികമായ മില്യോണറാണ്, ആ ആദ്യത്തെ 100 ആളുകളിൽ ഒന്നാമത്തെ ഓനാണ് അല്ലേ, രണ്ടാമത്തോ എൻ്റെ കാക്കയാണ്, മൂന്നാമത്തോ എൻ്റെ എളാപ്പയാണ് എന്ന് നമ്മളിങ്ങനെ പറയും. ഇതൊക്കെ ഭൗതിക സ്കെയിലാണ്. എന്നാൽ ആ മില്യോണർ അയാൾ ആ ബോർഡർ കടന്നാലും മരിച്ചാലും അതിനുശേഷം
പിന്നെ ഇതിങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ, നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് പാവങ്ങൾക്കുള്ള ഉപജീവനം കഴിയാനുള്ള ഒരു മാർഗമാണ്, ആ ഉദ്ദേശത്തോടു കൂടിയാണ് ആ സ്ഥാപനം അയാൾ തുടങ്ങിയതെങ്കിൽ അതിൻ്റെ പ്രതിഫലം പഠിച്ചവനെ എനിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണേ എന്ന് ആ ഓണർക്ക് ഒരു ഉദ്ദേശശുദ്ധിയുണ്ട് എങ്കിൽ അയാൾ മരിച്ചാലും അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ട്, എത്ര ആൾ ഭക്ഷണം കഴിക്കണോ, എത്ര ആൾ അതിൽ നിന്ന് ഉപജീവനം കഴിയുമോ അതിൻ്റെ ഇതിങ്ങനെ കിട്ടിക്കൊണ്ട്. അപ്പം ഭൗതികമായ സ്കെയിൽ കൊണ്ടല്ല ദുനിയാവിൽ ഒരു കാര്യം നമ്മൾ അളക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ വന്ന് പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യണം? നമ്മൾ മരണശേഷം നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്ന കാര്യമായിരിക്കണം. അപ്പോഴാണ്, അതാണ് ഏത്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഏകദേശം 83 വർഷവും 4 മാസവും എന്നാണ് പണ്ഡിതന്മാർക്കാണ്. അത്രയും കാലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആയുസ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? മാക്സിമം പോയാൽ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവൻ അവൻ അമല് ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന അത്ര പ്രതിഫലം ഈ ഒരൊറ്റ രാവ് കൊണ്ട് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൗതികമായ ഈ തുലാസ് കൊണ്ടോ അളവ് കോല് കൊണ്ടോ കണക്കാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. മറിച്ച് എപ്പോഴാണ് മനസ്സിലാക്കുക? നമ്മുടെ മരണശേഷം ആ ഖബർ മുതൽ, ആ ബർസക്കിയ ജീവിതം മുതൽ ആ സ്വർഗത്ത് പ്രവേശിക്കണോ, അവിടെയാണ് നമുക്കതിൻ്റെ യഥാർത്ഥ ഖദർ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന അല്ലാഹു തആല ആ ലൈലത്തുൽ ഖദറിൻ്റെ ആ ഖീമത്ത്, അതിൻ്റെ വാല്യൂ ആർക്കും മനസ്സിലാക്കില്ല അള്ളാഹുവിനല്ലാതെ, അള്ളാഹു അറിയിച്ചു തന്നാലല്ലാതെ എന്നുള്ളത്. അപ്പം ശരിക്ക് നമ്മുടെ ഒരു സമ്പാദ്യത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നത് നമ്മുടെ മരണശേഷമാണ്. ആ മരണശേഷം അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാം, ബാദിറൂ ബിൽ അഅ്മാലി സബ്അ, നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ ഉളരണം, വേഗം വേഗം ചെയ്യണം. 7 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നാം, 1 ഹൽ തുൻദറൂന ഇല്ലാ ഫക്രം മുൻസിയ, നിങ്ങൾ കാത്തിരിക്കുന്നത് എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യമായിരിക്കും അല്ലേ? മനുഷ്യന് ചിലപ്പോൾ നല്ല ധന്യത ഉണ്ടാവും, പിന്നെന്ത് ചെയ്യും, ഓരോ ജീവിതത്തിൻ്റെ അവസാനത്തെ ജോലിയൊക്കെ പോയി മറ്റേ പാപ്പറാവുന്ന രംഗവും അങ്ങനെ ഉണ്ടാവും. രണ്ടാമത്തെ ഒരു അർത്ഥം അതിനുള്ളത്, അങ്ങനെ ഭൗതിക ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. രണ്ടാമത്തത്, നമ്മളിങ്ങനെ ജനിച്ച് വളർന്ന് യുവത്വമൊക്കെ കഴിഞ്ഞ് ആ കുഹൂലത്തിൻ്റെ ആ വാർദ്ധക്യകാലമൊക്കെ ഇങ്ങനെ എത്തുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടാവും, പക്ഷേ നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ നമ്മളെന്തായിരിക്കും, അശക്തനായിരിക്കും. അതാണ് ദാരിദ്ര്യം. നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മളെ കൊണ്ട് നിർവഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ ദുനിയാവിൽ വരും. അങ്ങനെ ആവുമ്പോൾ എന്തുണ്ടാവും, ചിലപ്പോൾ നമുക്ക് തല ഉണ്ടാവും, തലച്ചോറുണ്ടാവും, പക്ഷെ അതുകൊണ്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കാനൊന്നും നമുക്ക് കഴിയില്ല അല്ലേ? അങ്ങനെയുള്ള അവസ്ഥ മനുഷ്യന് വരും. കയ്യും കാലും ഉണ്ടാവും, ചലിപ്പിക്കാൻ കഴിയൂല അല്ലേ? നടക്കാൻ കഴിയൂല. കണ്ണുണ്ടാവും, കണ്ണുകൊണ്ട് ശരിക്ക് കാണൂല. കാതുണ്ടാവും, കേൾക്കൂല. ഇങ്ങനെയൊക്കെ അവസ്ഥ മനുഷ്യനുണ്ടാവും. അതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അല്ലാഹു തആല നേരത്തെ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ അതൊക്കെ മനുഷ്യനെ മറപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥ വരും. അതിനു മുമ്പ് എന്ത് ചെയ്യണം? അമലു സ്വാലിഹാത്ത് ചെയ്യണം. അല്ലെങ്കിൽ അൽ ഗിനൻ മുത്ഗിയ എന്നാണ്, എല്ലാം അതിക്രമിച്ച് കളയുന്ന ധന്യത ചിലപ്പോൾ മനുഷ്യന് വരും. ആദ്യം ഇങ്ങനെ ദരിദ്രനായി വളർന്നിട്ടുണ്ടാവും, പിന്നെ സാമ്പത്തികമായി വളരെ ഉയരും. ആ ഉയരുമ്പോൾ ആ സമ്പത്തിൽ ഇങ്ങോട്ട് മുഴുകിയിട്ട് അവൻ അള്ളാഹുവിനെയും അള്ളാഹു പറഞ്ഞിട്ടുള്ള അമലുകളും ഇബാദത്തുകളും ഒക്കെ മറപ്പിച്ച് കളയുന്ന, നമസ്കാരമൊക്കെ മറപ്പിച്ച് കളയുന്ന ഒരു സമയം വരും. അതിൻ്റെ മുമ്പ് നിങ്ങൾ അമൽ സ്വാലിഹാത്ത് ചെയ്യണം. അല്ലെങ്കിൽ ഔ മൗത്തൻ മുഫ്സിദ് ഔ മറലൻ മുഫ്സിദ, എല്ലാത്തിനെയും തകരാറാക്കി കളയുന്ന, കുഴപ്പത്തിലാക്കി കളയുന്ന ഒരു രോഗങ്ങളുണ്ടായാലും മനുഷ്യൻ്റെ അവസ്ഥ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാവും. അല്ലെങ്കിൽ ഔ ഹറമൻ മുഫന്നിദ, എല്ലാം എല്ലാം ഓർമ്മപ്പിശക് വരുന്ന രൂപത്തിലുള്ള വാർദ്ധക്യം. ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളത്, ഞാനിപ്പോൾ ഇതാരാ, എൻ്റെ മോനാണോ മോളാണോ ഭാര്യയാണോ ഉമ്മയാണോ എന്നൊന്നും അറിയാത്ത രൂപത്തിലുള്ള അൾഷിമേഴ്സൊക്കെ ബാധിച്ചിട്ടുള്ള ഒരു അവസ്ഥ മനുഷ്യന് വരും. അങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ്
ആ നല്ലപ്പം കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അമലു സ്വാലിഹാത്ത് ചെയ്യണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് നമുക്ക് കിട്ടിയ ആ അനുഗ്രഹം ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ. അല്ലാതെ ഒരു ആയുസ് കാലഘട്ടം മുഴുവനൊന്നും നമുക്ക് അമല് ചെയ്യാൻ ഒരിക്കലും സാധിക്കൂല, പരിപൂർണമായി ചെയ്യാൻ സാധിക്കൂല. മറിച്ച് വളരെ തുച്ഛ സമയം മാത്രമേ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രോഗം വന്നുകൊണ്ട് അത് ഇല്ലാതാകും ചെയ്യും എന്നുള്ളത്. അപ്പോൾ നോക്കി നിങ്ങൾ, മരണം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം അവസാനിപ്പിക്കും. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തോട് കൂടിയാണ് അവന് പ്രതിഫലം ഇങ്ങനെ കിട്ടാൻ തുടങ്ങുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം മരണത്തോടു കൂടി അവൻ്റെ എല്ലാ അക്കൗണ്ടും എന്തായി മരവിച്ചു പോവും, എല്ലാം തകരാറായി പോവും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം മരണശേഷമാണ് അവന് സൗഭാഗ്യം വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും നാം ഇബാദത്ത് ചെയ്യേണ്ടത്. അങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് ദുനിയാവിലും പരലോകത്തും നമുക്ക് എന്തുണ്ടാവുക, ഒരു സൗഭാഗ്യം, ഒരു സആദത്ത്, ഒരു സംതൃപ്തി എന്ന് പറയുന്നത് അതിലൂടെയാണ് കിട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ പേടിച്ചു കൊണ്ടിരിക്കും അല്ലേ? ലോകത്തെ ഏറ്റവും വലിയ പണക്കാർക്കുള്ളൊരു സ്വഭാവം എന്താ? ഏറ്റവും വലിയ ധനികനാണ് ഓൻ, വിശ്വാസിയല്ല. ഓനുണ്ടാവുന്ന സ്വഭാവം എന്താ? എപ്പോഴും പേടിയായിരിക്കും, എല്ലാ സമയവും പേടിയായിരിക്കും. ഓനെ പുറത്തിറങ്ങണമെങ്കിൽ ഒരു 4-5 എന്ത് വേണം, സെക്യൂരിറ്റി വേണം അല്ലേ? കാറിലവിടെ കാലെത്തുമ്പം അവിടെ ഇത് വേണം, ക്യാമറ വേണം. ഇങ്ങനെ ആയിരിക്കും ഓനെ ഇറങ്ങുക. ഓ മന്ത്രി ഇതൊന്നും ആയിട്ടല്ല, ആരും കൊന്നിട്ടൊന്നുമല്ല, പേടിയാണ് അല്ലേ? അപ്പം ആ ഭയം ഇങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കും അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന് കൂടുമ്പോൾ അല്ലേ? ഇതാണല്ലോ മുനാഫിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും തിരിക്കാൻ ഉപയോഗിച്ച ഒരു മീഡിയ എന്ന് പറയുന്നത്, മാർഗം എന്ന് പറയുന്നത് എന്താ? ഈ പേടിപ്പിക്കലാണ്. ഉഹദ് യുദ്ധ രണാങ്കളം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പിന്നെ അടുത്ത കൊല്ലം ബദറിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും അറിയിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തൊക്കെ ഒരുക്കി. അപ്പം മുനാഫിക്കുകൾ കൂട്ടത്തിലെ മുനാഫിക്കുകൾ പറഞ്ഞു, അതാ അബൂ സുഫിയാനും കൂട്ടരും വലിയ സൈന്യത്തെ ഒരുക്കിയിട്ടുണ്ടോ നിങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് എന്ന് പറയുകയുണ്ടായിരുന്ന. യഥാർത്ഥത്തിൽ ഒരു സൈന്യത്തൊന്നും ഒരുക്കിയിട്ടില്ല. മുനാഫിക്കുകൾ കളവ് പറഞ്ഞതാ, കപടന്മാർ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോൾ എന്താ പറഞ്ഞത്? അല്ലദീന ഖാല ലഹുമുന്നാസ്, ആ മുനാഫിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ഇതാ നിങ്ങൾക്കെതിരെ അവർ വലിയ സൈന്യത്തെ പട്ടാളത്തെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഫഖ്ശൗഹും, അവരെങ്ങൾ ഭയപ്പെട്ടോളി, സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, നബിക്കും സഹാബത്തിനും സത്യവിശ്വാസം കൂടുകയാണ് ചെയ്തത്. അപ്പം എന്തിനാ അവരിങ്ങനെ ഒരു ഐഡിയ ഉപയോഗിച്ചത്? വലിയ സൈന്യത്തെ പട്ടാളം അവിടുന്ന് ഒരുക്കിയില്ല, മിസൈലും ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? വിശ്വാസം കുറഞ്ഞ ദുർബലരായ മുസ്ലിങ്ങൾ പേടിക്കും അല്ലേ? ഇന്നും ശത്രുക്കൾ ചെയ്യുന്നത് അതാ. ഇത്ര മിസൈലുണ്ട്, ഇത്ര യുദ്ധവാഹിനി കപ്പലുകളാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ഭീതിപ്പെടുത്തുമ്പോൾ ദുർബലരായ വിശ്വാസികൾ എന്ത് ചെയ്യും? അവർ പേടിക്കും. പേടിച്ചാൽ കഴിഞ്ഞ് അല്ലേ? ഭയം മനുഷ്യൻ്റെ ഉള്ളിലേക്കാട് കടന്നാൽ എന്ത് ചെയ്യും? മനുഷ്യൻ ദുർബലനാവും, ഓൻ നിശ്ചലനാവും, പിന്നെ ഓൻ ചലിക്കൂല, ഓൻ നമസ്കരിക്കേണ്ട വിധം ഓന് ശരിക്കും നമസ്കരിക്കാൻ കഴിയില്ല, ഇബാദത്ത് ചെയ്യേണ്ട രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. കാരണം ഓൻ്റെ മനസ്സിങ്ങനെ ഈ പേടിൻ്റെ ആ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അല്ലേ? ഏത് രംഗത്തായാലും, ഒരു യുദ്ധം മാത്രമല്ല, ഏത് രംഗത്തും മനുഷ്യൻ അങ്ങനെ. അപ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട സ്വഭാവം, ശരിക്കും അള്ളാഹുവിനെ മനസ്സിലാക്കിയൊരു വിശ്വാസി, അള്ളാഹുവിൻ്റെ മഹത്വം, ആ ഖദർ മനസ്സിലാക്കിയൊരു വിശ്വാസി, അവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മരിച്ചാലും എനിക്ക് പ്രതിഫലം വരാൻ പോകുന്നത് ആ ഖബർ മുതലാണ്, മരണശേഷമാണ് എന്നുറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ ഓനെന്തുണ്ടാവില്ല? പേടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സഹാബത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇവരെ പേടിപ്പിച്ചപ്പോൾ ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ കൂടുകയാണ് ചെയ്തത്. പിന്നെ അവരെന്താ പറഞ്ഞത്?
വഖാലു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ല മതി, വനിഅമൽ വക്കീൽ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ ആ ഏജന്റായി ആ വക്കീലായി അള്ളാഹു എത്ര നല്ലതാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അടിയുറച്ച വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പം അതിന് കാരണം എന്താ? അള്ളാഹുവിന് മനസ്സിലാക്കുക, എൻ്റെ അള്ളാഹുവിൻ്റെ കഴിവ്, ആ കുതിരത്ത് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാക്കുക, അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെപ്പറ്റി മനസ്സിലാക്കുക, ആ നരക ശിക്ഷയെപ്പറ്റി നാം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ റബ്ബിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കാൻ നമുക്ക്. അങ്ങനെയുള്ള ഒരു വിശ്വാസിയാകുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ ശക്തൻ ആരാവും? വിശ്വാസിയാവുന്ന ഏറ്റവും വലിയ ശക്തൻ. എങ്ങനെ ഒരാൾ ശക്തനാവുന്നത്? ഒരാൾ, നിങ്ങളിപ്പോൾ അയാൾ ഭയങ്കര ശക്തി ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾ പറയുന്നത്? ചിലപ്പോൾ ഒരു കയ്യും കാലും ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഓൻ ഭയങ്കര മോൻ ശക്തവാനാണെന്നറിയും. എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ ശക്തവാനാന്ന് പറയുന്നത്? ആ കയ്യും കാലും ഇല്ലാത്തവനെ. അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ഒരു പിന്നെ പോലീസ് ഇതിലെ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനോ ഒക്കെ ഉണ്ടെങ്കിൽ ഓൻ ശക്തവാനാണെന്ന് എങ്ങനെയാണ് പറയണത്? ഓൻ ശക്തവാനല്ലെങ്കിലും ഓൻ്റെ കൂടെയുള്ളവരൊക്കെ ആരാണ്? അതിശക്തവാന്മാരാണ്, അല്ലേ? അപ്പോൾ എന്നെ രക്ഷിക്കാൻ എൻ്റെ കൂടെയുള്ള ആളുകൾ, നല്ല ശക്തിയുള്ള കഴിവുറ്റ പട്ടാളക്കാർ എൻ്റെ ഒപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്കെന്ത് കിട്ടും? ശക്തിയില്ലാത്ത എനിക്കെന്ത് കിട്ടും? ധൈര്യം കിട്ടും, ശക്തി കിട്ടും, അല്ലേ? ഇതേപോലെ ആലോചിച്ച് നോക്കുങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ എൻ്റെ അള്ളാഹു ഉണ്ട് എന്നെ സംരക്ഷിക്കാൻ എന്ന ബോധം വരുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തവാൻ ആരാകും? ആ വിശ്വാസിയാവും. മൂസാ നബി അലൈഹിസ്സലാം ആ കടലിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിയപ്പോൾ പിന്നാലെയുള്ള ആ മൂസാ നബിയുടെ അനുയായികൾ എന്താ പറഞ്ഞത്? ഇതാ ഇപ്പം പിടികൂടിട്ട നമ്മളെ, അല്ലേ? ഇപ്പം ഇന്നാലെ മുതറക്കൂൻ, ഇതാ നമ്മളെ പിടികൂടപ്പെടാൻ പോവാണ്. ആര്? ഫിർഔനും കൂട്ടരും അതാ ഒരു ചാണകലെ നമ്മളെ പിന്നാലുണ്ട് കേട്ടോ എന്ന് അനുയായികൾ പറഞ്ഞപ്പം മൂസാ നബി ഒരു കൂസലുമില്ലാതെ എന്താ പറഞ്ഞത്? ഖല്ലാ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ, ഒരിക്കലുമില്ല, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, ആ രക്ഷിതാവ് എനിക്കൊരു മാർഗം. എന്താ അപ്പം പിന്നിൽ ഇത്ര വലിയ പട്ടാളക്കാരുണ്ടാവുമ്പോൾ മൂസാ നബി അത്ര ധൈര്യത്തോടു കൂടി പറയാൻ കാരണം എന്താ? മൂസാ നബിയുടെ അചഞ്ചലമായ വിശ്വാസമാണ്. റബ്ബ് ആരാണെന്ന് മൂസാ നബി ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ദുർഘടം പിടിച്ച രംഗത്ത് പോലും അനുയായികളെ പിടിച്ചു നിർത്താൻ ആർക്ക് സാധിച്ചത്? ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന് സാധിച്ചത്. ആ റബ്ബിനെ മനസ്സിലാക്കിയോണ്ടാ. റബ്ബിനെ ശരിക്കും മനസ്സിലാക്കാതെ നമ്മൾ ഏത് ഇബാദത്ത് ചെയ്തിട്ടും ഏത് കാര്യം ചെയ്തിട്ടും എന്തുണ്ടാവില്ല? നമുക്ക് ശക്തി കിട്ടൂല, നമ്മൾ ദുർബലരാകും. അപ്പോൾ ഇബാദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മനസ്സിന് ശക്തി കിട്ടും. ആ മനസ്സിന് ശക്തി കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിനും ശക്തി കിട്ടും. അതിനെന്ത് വേണം? അടിയുറച്ച അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടുള്ള വിശ്വാസമുണ്ടാകുമ്പോഴേ അത് നമുക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു തആല ഈ ചോദ്യം ഇങ്ങനെ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ എന്നതിലെ മറ്റൊരു ആശയം അതാണ്. പിന്നെ തനസ്സലുൽ മലായികത്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ അടുത്ത് തുടങ്ങുന്നത്, അല്ലേ? അവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസിയാകുമ്പോൾ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മറ്റ് സൃഷ്ടിജാലങ്ങളായ മലക്കുകളുടെയൊക്കെ സഹായം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധവേളകളിലൊക്കെ ആ ബദർ യുദ്ധത്തിലൊക്കെ മലക്കുകൾ സഹായിച്ചിട്ടുണ്ട്. ഇതേപോലെ മനുഷ്യരെയും നമ്മൾ കാണുന്നില്ല. യഥാർത്ഥ വിശ്വാസിയായ ആളുകളെ അല്ലാഹു തആല പല രൂപത്തിലും സംരക്ഷിക്കും. അതിലൊന്ന് പെട്ടതാണിത്, മലക്കുകളുടെ സംരക്ഷണം. ഇവിടെ ലൈലത്തുൽ ഖദ്റുമായി എന്തുകൊണ്ട് അത് ബന്ധപ്പെടുത്തി എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കൊടുത്തില്ല. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.